ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തെ ചെറുതാക്കാൻ ശ്രമിച്ചത്, എങ്ങനെയാണ് ഈ സമുദായത്തെ പരിഹസിക്കാൻ ശ്രമിച്ചത് എന്നത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അതിലെ ഏറ്റവും പ്രധാനമായ ഒരു തലം കഥാപാത്ര ചിത്രീകരണ രംഗത്താണ്. ഒരു നോവലിലെ ഒരു കഥയിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ മുസ്ലിം കഥാപാത്രത്തിന് പ്രത്യേകമായ വേഷം നൽകി, പച്ച ബെൽറ്റും വട്ടത്താടിയും കള്ളിമുണ്ടും ബനിയനുമൊക്കെ നൽകി അങ്ങനെ ഒരു പ്രത്യേകമായ വേഷം, അതാണ് മുസൽമാൻ്റെ വേഷം. അതുപോലെ ഭാഷ കൈകാര്യം ചെയ്യുന്നിടത്ത് മയയും പുയയുമൊക്കെയായി ഴായായും ഷായായും ഒക്കെ ഉച്ചരിക്കുന്ന ഭാഷാശുദ്ധിയില്ലാത്ത ഒരു സമൂഹമാണ്, അക്ഷരജ്ഞാനമില്ലാത്തവരാണെന്നിങ്ങനെ മുസ്ലിം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നിടത്ത് സ്വീകരിച്ച സമീപനം. അതേ വിധത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നോവലുകളിലും സാഹിത്യങ്ങളിലും മുസ്ലിം പേരുള്ള ഒരു കഥാപാത്രമുണ്ടെങ്കിൽ അയാൾ ഒന്നുകിൽ ഒരു ക്രൂരനായിരിക്കും, അല്ലെങ്കിൽ ഒരു കാമഭ്രാന്തനായിരിക്കും, അല്ലെങ്കിൽ ഒരു നിരക്ഷരനായിരിക്കും, അല്ലെങ്കിൽ ഒരു സംസ്കാരമില്ലാത്തവനായിരിക്കും. ഏതാനും ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിച്ചു നോക്കാം. കേരളത്തിലെ മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ എന്ന പേര് നൽകപ്പെട്ടത്, ഓർമ്മിക്കപ്പെടുന്നത് ഓ ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ എന്ന നോവലാണ്. ആ നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് നമുക്കറിയാം 1889 മലയാളത്തിലെ ഒന്നാമത്തെ നോവലായിട്ടാണ് അത് അറിയപ്പെടുന്നത്. ആ ചന്തുമേനോന്റെ ഇന്ദുലേഖയിൽ ഒരൊറ്റ മുസ്ലിം കഥാപാത്രമേ ഉള്ളൂ. ആ കഥാപാത്രത്തിൻ്റെ പേര് ഷിയർ അലി ഖാൻ എന്നാണ്. പക്ഷേ ആ ഷിയർ അലി ഖാനെ ചന്തുമേനോൻ അവതരിപ്പിക്കുന്നത് മാധവന്റെ വിലപിടിച്ച വസ്തുക്കളെ മോഷ്ടിച്ച ഒരു മോഷ്ടാവായിക്കൊണ്ടാണ്. കേരളത്തിൽ ഒന്നാമതായി ചർച്ച ചെയ്യപ്പെട്ട നോവലിൽ പോലും ഏക മുസ്ലിം കഥാപാത്രം, ആ കഥാപാത്രം ഒരു മോഷ്ടാവ്. ഇനി ആദ്യകാല നോവലുകളിൽപ്പെട്ട സരസ്വതി വിജയമാകട്ടെ, പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയമാകട്ടെ, ഇതുപോലെയുള്ള ഏത് നോവലുകളിലും സാഹിത്യങ്ങളിലുമൊക്കെ അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി കവിതാ ലോകത്തേക്ക് പോയാൽ മഹാനായ കുമാരനാശാനെ നമുക്ക് വിസ്മരിക്കുക സാധ്യമല്ല. മലയാള ഭാഷയ്ക്ക് അനൽപമായ സംഭാവന നൽകിയ മഹാനായ കുമാരനാശാൻ. പക്ഷേ ആ കുമാരനാശാൻ 1921 ശ്രദ്ധേയമായ മലബാർ ലഹള, ബ്രിട്ടീഷുകാരുടെ കിരാത ഭരണത്തിനെതിരെ അഭിമാനബോധമുള്ള മലബാറിലെ മാപ്പിളമാർ നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരം. പക്ഷേ ആ മലബാർ ലഹളയെ വിലയിരുത്തിയെടുത്ത് മഹാനായ കുമാരനാശാൻ തൻ്റെ ദുരവസ്ഥ എന്ന കവിതയിലൂടെ എഴുതിയ വരികൾ നമ്മെ വേദനിപ്പിക്കുന്നതാണ്. മൂരും മലകളും ആർന്ന ദിക്കിൽ ക്രൂര മുഹമ്മദർ ചിന്തുന്ന ചോര. കേരളത്തിലെ മുസൽമാനെ കുറിച്ച് കുമാരനാശാൻ ആ കവിതയിൽ ഉപയോഗിച്ച വാക്ക് ക്രൂര മുഹമ്മദർ എന്ന പദമാണ്.